കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിനെ തീപിടിപ്പിച്ച പോസ്റ്റായിരുന്നു നടി നസ്രിയ നസീം പങ്കുവച്ചത്. കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവല്ലാതിരുന്നതെന്നുമാണ് നസ്രിയ അറിയിച്ചത്. എൻ്റെ 30ാം പിറന്നാൾ ആഘോഷം, സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം, ന്യൂ ഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല. ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇത് ഞാൻ അതിജീവിച്ച് വരികയാണ്. ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത്. എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തവരോട് നന്ദി. പൂർണ്ണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് എന്നും നടി എഴുതി. കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലാണ് കമൻറ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്നറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയുമെല്ലാം ആരാധകർ കമൻറ്റിലൂടെ അറിയിക്കുന്നത്. കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെൻ്റ് ആയിരിക്കും എന്നാണ് കരുതിയതെന്നും ചിലർ കുറിക്കുന്നു. ദയവ് ചെയ്ത് മറ്റ് സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ എന്നും കമൻറ്റുകളുണ്ട്. മറ്റ് സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ. ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി. ഞാൻ ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെൻ്റ് ആണെന്നാണ്. എന്തായാലും പോസിറ്റീവ് മെസ്സേജാണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു. വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്ന് ചിലർ ഈ കമൻറ്റിന് താഴെ മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ഡിവോഴ്സിന് യാതൊരു ചാൻസും ഇല്ലെന്നും നസ്രിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നസ്രിയ നസീം ഫഹദ് എന്ന് തന്നെയാണെന്നുമാണ് മറ്റു ചിലരുടെ കമൻറ്റുകൾ. എന്തായാലും രണ്ടുപേരോടും സ്നേഹം മാത്രമെന്നും എത്രയും വേഗം നസ്രിയയ്ക്ക് തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു. 2014 നസ്രിയയും ഫഹദും തമ്മിലുള്ള വിവാഹം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും ഇഷ്ടത്തിലാകുന്നത്. വൈകാതെ തന്നെ വിവാഹിതരാകുകയും ചെയ്തു. വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായിരുന്നു. സൂക്ഷ്മദർശിനിയാണ് താരം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം.